അപ്പം നമ്മൾ ഇന്ന് ആർക്ക് എന്താണെന്ന് കളിക്കാനായിട്ട് തുടക്കത്തിൽ കളിക്കാൻ തോന്നണവർക്ക് വേണ്ടി ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ജോയിൻ ആർക്കിൽ നിങ്ങൾ തുടക്കത്തിൽ കയറരുത്. ഒരു നന്നായിട്ട് കളിച്ച് നല്ല പ്രോ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ജോയിൻ ആർക്കിൽ നിങ്ങൾ കയറി കളിക്കാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും മേളിൽ ഇങ്ങനെ പ്ലേ ദ അൾട്ടിമേറ്റ് വേ ആർക്ക് പാസ് അത് എടുക്കണമെങ്കിൽ ഇങ്ങനെ വരും. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇത് ബൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഹൈ ലെവലൊക്കെ ആയിരിക്കും. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും. പിന്നെ അത് ഐലൻഡ് ഉണ്ട്, മാപ്പ്. പിന്നെ സിംഗിൾ പ്ലെയർ എടുക്കണം നിങ്ങൾ. എന്നിട്ട് ഐലൻഡ് ഉണ്ട്, സ്കോച്ചർ എടുത്തുണ്ട്, ആപ്പറേഷൻ ഉണ്ട്, റാഗനോക്ക് ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ എന്താണ് ഗേറ്റ് പാസ് പാർട്ട് 2 അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്കോച്ചറെടുത്ത് തുടങ്ങി അങ്ങോട്ടുള്ളത് മൊത്തം പൈസ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പാസ് എടുക്കണം. അപ്പോൾ അതെ നമ്മൾ ഐലൻഡാണ് കളിക്കണം. നമുക്ക് ഐലൻഡ് മാത്രം ഫ്രീ ആയിട്ടുള്ളൂ. 100% കിട്ടണം. എന്നിട്ട് പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ 1 ഇതൊക്കെ പറഞ്ഞില്ലേ, പ്രൈമൽ പാസ് എടുത്തവർക്ക് മാത്രം ഇതെല്ലാം അനക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിലോ ഡാമേജ് 1 0 വെക്കണം. പ്ലെയർ ഡാമേജ് 1 3 പിന്നെ പ്ലെയർ റെസിസ്റ്റൻസ് 1 0 വെക്കണം. ഡിലോ റെസിസ്റ്റൻസ് അതിൽ തന്നെ വെക്കണം. സൈക്ലിങ് 0 വെക്കണം. പിന്നെ പ്ലെയർ ചാർജ് വാട്ടർ ഡ്രെയിൻ 1 0 വെക്കണം. ഫുഡ് ഡ്രെയിൻ 1 0 വെക്കണം. ഡിലോ ചാർജ് ഫുഡ് ഡ്രെയിനും അതിൽ തന്നെ നിർത്തണം. സ്റ്റാമിന ഡ്രെയിനും 0, ഡിലോ ചാർജ് സ്റ്റാമിന ഡ്രെയിനും 0. എന്നിട്ട് പിന്നെ പ്ലെയർ ചാർജ് ഹെൽത്ത് റിക്കവർ ആണെങ്കിൽ 3 ആക്കാം, അല്ലെങ്കിൽ 100 ഇടാം. അതിനകത്ത് ഇങ്ങനെ നെക്കിയിട്ട് 100 ഇട്ടാൽ മതി. ഇതിനകത്ത് നെക്കും, അപ്പം 100 ഇങ്ങനെ വരും. അപ്പം അതിനകത്ത് 100 ഇട്ടാൽ മതി. പിന്നെ ഡിലോ ചാർജ് തരണം. പിന്നെ എനേബിൾ ക്രോസ് ഫെയർ ഓൺ ആക്കണം. മാക്സിമം ഡിഫിക്കൽട്ടി ഓൺ ആക്കണം. പിന്നെ ഏറ്റവും അടിയിലുള്ള അലോ ഫ്ലൈയിങ് സ്പീഡ് ലെവലിങ് അത് ഓൺ ആക്കണം. എന്നിട്ട് നമുക്ക് നേരെ ഗെയിമിലോട്ട് നടക്കാം. ഞാൻ ഗെയിമിൻ്റെയൊക്കെ ഫസ്റ്റ് എപ്പിസോഡ് ഇടാം. അത് മൊത്തം ഫൈറ്റ് എടുത്ത് ലെവലപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് പോയാൽ മതിയാണെന്ന് നിങ്ങൾ പറയട്ടാ. വെറുതെ ഫൈറ്റ് എടുക്കുക, ലെവലപ്പ് ചെയ്ത് 40 ആക്കുക, ടെററിനെ പേടിക്കുക, ടൈം ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ വന്ന് ഇവിടെ ഒരു ബേസ് പണിഞ്ഞെടുക്കുക. ചെറിയൊരു ബേസ് അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഗെയിമിലോട്ട് നടക്കാം. എന്താ ഗെയിമിലോട്ട് കയറാൻ പറ്റാത്ത ഗെയിമേ പറ്റിയ ഫോണിന് അത് കുഴപ്പമില്ലല്ലോ. നെറ്റ് ഓഫ് ചെയ്യാം, ഇത് ഓഫ് ചെയ്യാം. അയ്യോ ഞാൻ അതിനകത്തോട്ട് പോയാ. ഇതാണ് ആർക്കാണ് വേണ്ടത്. എന്തെറ്റി ഗെയിമിലാകായ അത് ശരിയാക്കട്ടെ കേട്ടാ. അപ്പം അതേ നമ്മൾ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇത്രയും സംഭവമൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് തൽക്കാലത്തേക്ക്. പിന്നെ താഴത്തോട്ട് പോയി കഴിഞ്ഞാലും അത്യാവശ്യമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വാർകോഡ് കാണുകയാണെങ്കിൽ വാർകോഡിന് വേണ്ടി ഞാനൊരു റെക്സിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇതിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റെക്സിന് നമുക്ക് വേറൊരു സബ്സ്ക്രൈബറിൻ്റെ പേരാണ് ഇപ്പം തന്നെ ഇട്ടേക്കാം. ഓപ്ഷൻസ് ചേഞ്ച് നെയിം അശ്വിൻ എന്ന് കൊടുക്കാം. ASHWIN അശ്വിൻ. ഓപ്സെറ്റ്. പിന്നെ ഈ ആംഗിളൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. ആംഗ്ലോന് എന്ത് പേരിടണം. ഇതിന് ഞാൻ ചേഞ്ച് നെയിം നമുക്ക് ആറും കൊണ്ട് അങ്ങനെ യൂട്യൂബർ ഉണ്ടായിരുന്നല്ലോ. സ്റ്റാലിൻ കൊടുക്കാം. STALIN. പിന്നെ സ്റ്റാലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ. ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം. ഇതിനൊന്നും കൊടുക്കണ്ടല്ലോ. ഓപ്ഷൻസ് ചേഞ്ച് നെയിം സ്പൈനും തന്നെ നോക്കാം. SPIN സ്പൈന് ഓപ്സെറ്റ്. നോക്കട്ടെ എന്താ
തലവെളുപ്പുണ്ട് വേണ്ടി ഡാമേജ്. പിന്നെ ഈ അർജൻറ്റ് ഐസിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ഈ 2 അർജൻറ്റ് ഐസ് ഉണ്ട്. ഒരെണ്ണത്തിന് ഞാൻ വണ്ടിയിൽ നിന്ന് കൊടുത്താൽ അതിൻ്റെ പേര് ഞാൻ ഇനി മാറ്റില്ല. ഇനിയും 2 അർജൻറ്റ് ഐസ് ഉണ്ട്. ഇവിടെ ഒരു അർജൻറ്റ് ഐസ് ഉണ്ട്. ഇവിടെ റെക്സും കൂടി നിൽപ്പുണ്ട്. ഇതിനെന്ത് പേര് കൊടുക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ പറയണം. പിന്നെ സ്പൈനോ ടോട്ടൽ 3 ആംഗിളും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ആംഗിലോ 3 ആംഗിലോന് പേര് കൊടുക്കാം. പിന്നെ അതായത് ഇവിടെ 2 ആംഗിളും ഉണ്ട്. പിന്നെ അതേ ഒരു സൈബർ ട്രൂത്ത് ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾ പറഞ്ഞാൽ പേരിട്ടാ, ബട്ട് പേരൊന്നുമില്ല. അത് കാരണം ഒരു പേര് ഇട്ടാത്തത്. നമുക്ക് ഇവനെന്ത് പേര് കൊടുക്കാം? ഞാൻ പറ, ആ പേരെന്നെ എടുത്ത് ഇടാം. പിന്നെ എൻ്റെ ചിതിനുണ്ട് കുറേ. ഇത്ര സ്ഥലത്ത് ടീം ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ. പിന്നെ എനേബിൾ ക്രോസ് ഫെയർ ഓൺ ആക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ കണ്ട അപ്പോൾ ആകാശത്തോടൊരു സാധനം ഇങ്ങനെ പ്ലസ് പോലെ നിൽക്കണണ്ട. പിന്നെ അതേ ഒരു പറക്കും പാപ്പനും കൂടെ ഉണ്ട്. പിന്നെ മാക്സിമം ആകാശത്തോട് ആ സാധനം നീണ്ടുന്നുണ്ട, അങ്ങോട്ട് നീണ്ടുന്നുണ്ട. അതാണ് ഈ സാധനമാണ്. ആംഗിലോൻ്റെ മേത്തോട്ട് ഇങ്ങനെ ഒരു പ്ലസ് പോലത്തെ ഒരു സംഭവം നിൽക്കണണ്ട. അതാണ് ആ ക്രോസ് ഫെയർ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും അങ്ങോട്ടാണ് വെടി പോകണമെന്ന്. പിന്നെ അതെ ഞാൻ പറഞ്ഞില്ല മറ്റേന്നാണ് ഫ്ലൈയിങ് സ്പീഡ് ലെവലപ്പം ഇതേപോലെയാണ് ഇപ്പം നോർമൽ പെട്രാഡോണിൻ്റെ സ്പീഡ്. ബട്ട് ഞാനിപ്പോൾ ഇതിനാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ സ്പീഡ് നിങ്ങൾ കണ്ട നല്ല സ്പീഡില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും മെയിലും ഫീമെയിലും ആണെന്ന് ചെയ്യും കൊള്ളാമായിരുന്നു. മെയിലായിപ്പോയി എന്താ പറയാ. പിന്നെ വേറെ കൊണ്ട് ഫീമെയിൽ കൊടുത്ത് അശ്വിന് മെയിൽ റെക്സിനെ കൊടുത്ത് നോക്കട്ടെ. നല്ല മ്യൂട്ടേഷൻ വല്ലതും വന്നിട്ടുണ്ട? ഇല്ല, അത്രയൊക്കെ തന്നെ. പിന്നെ അതെ ഞാൻ ഇനി ഓരോ സാധനത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞില്ല. അർജൻറ്റ് ഐസ് ഒന്നും അല്ല പെട്രാഡോണെന്ന് പറഞ്ഞു. പെട്രാഡോണാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള പറക്കാൻ പറ്റിയ ഡിനോ. ഇതിൻ്റെ സാലറി നമുക്കിന്ന് 38ാമത്തെ ലെവലിലാണല്ലോ കാണാം. ഒരു കേവി കയറി അവിടെ നിന്ന് കുറച്ച് ചിതിനെടുത്തോണ്ട് വന്നിട്ട് ഇതിനെ ടൈം ചെയ്തിട്ട് ഇതിൻ്റെ സാലറിലുണ്ടാക്കാം. 90 ചിതിന് വേണ്ടി വരും. എന്നിട്ട് അതുണ്ടാക്കാം. എന്നിട്ട് ഇതിനെ ടൈം ചെയ്യുക. കുറച്ച് മീറ്റ് വേണ്ടി വരും കേട്ടോ. നല്ലോണം മീറ്റാണ് ഇത് കഴിക്കണത്. പിന്നെ എന്താണ് കുറച്ച് ഏകദേശം ഒരു 150 ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു സപ്പോർട്ട് 150 ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ അതിൻ്റെ വെയിറ്റൊക്കെ കൂട്ടി കൊടുക്കേണ്ടി വരും. ഇത്ര ഫുഡ് ഉണ്ടോ? അണ്ടർസ്റ്റാൻഡ്. അതാണ് ഇത്. നല്ല സ്പീഡുമാണ് ഇതിൽ. പിന്നെ ഇത് നോക്കാം. സ്റ്റാക്ക് വെച്ചോ ഇന്ത്യയിൽ ഫുഡ് ഉണ്ടോ? ഉണ്ടല്ലോ, എന്നാലും വെച്ചോ. പിന്നെ പറക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ല ഡിനോ എന്ന് പറഞ്ഞാൽ അർജൻറ്റ് ആവീസാണ്. നല്ലോണം വെയിറ്റും ക്യാരി ചെയ്യും. അത്യാവശ്യം നന്നായിട്ട് പക്കാ സ്റ്റാമിന ആയിരിക്കും. പിന്നെ ഏകമുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് അധികം മൂവ്മെൻറ്റ് സ്പീഡില്ല. പിന്നെ 100 ഇത് ഇൻക്രീസ് ആക്കേണ്ടി വരും. ഈ സംഭവം ഇൻക്രീസ് ചെയ്യേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബോസ് ഫൈറ്റൊക്കെ ചെയ്യണമെങ്കിൽ സ്പൈനോ അല്ല, ഞാൻ പറയണത് ബെസ്റ്റ് റെക്സ് ആണെന്നാണ്. നല്ല ഹൈ ലെവൽ റെക്സിനെ ടീം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മ്യൂട്ടേഷൻ നടത്തിക്കണ്ട എല്ലാം എന്താ പറയണ എല്ലാ ബോസ് ഫൈറ്റ് ബ്രൂട്ട് മദർ, ഗോറില്ല, പിന്നെ ഏതാ ഉള്ളത് ഡ്രാഗൺ ബോസില്ലേ, അതിനെ 3 ഇതിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാൻ പറ്റും. പിന്നെ ഈ സാധനം ഉണ്ട് കേട്ടോ, ഈ ജന്തുവിൻ്റെ വലുതുണ്ട്. എന്നാന്നൊന്നും അറിയില്ല, ടോപ്നോഗ്രാത്തെ അങ്ങനെ എന്താണെന്ന് പറഞ്ഞൊരു പേരാണ് അതിന്. കൃത്യമായിട്ടൊരു ടൈപ്പ് പേരാണ്, എനിക്ക് അതിൻ്റെ പേരറിയില്ല. ടോപ്നോഗ്രാത്ത അതിന് ടൈം ചെയ്യാൻ പറ്റും. അത് എത്രാമത്തെ ലെവലിലാണെന്ന്
TROP, അതന്നെ TROP, TROP ഇതാണ്. ഓക്കെ, ഡ്രോപ്പ് നോക്കിനകത്ത അതന്നെ 65ാമത്തെ ലെവലിൽ അതിൻ്റെ സാധനം അൺലോക്ക് ആകും. ഇത്രയും സാധനങ്ങൾ അൺലോക്കൊന്നും നോക്കണ്ട, അത് ഐലൻഡിൽ റെയറായിട്ട് സ്പോൺ ആവുള്ളൂ. ഇവിടെ സ്പോൺ ആകണമെന്നൊന്നും അറിയില്ല, ഞാൻ ടൈം ചെയ്തിട്ട് നമുക്ക് ഇതാക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ലോണം വെയിറ്റൊക്കെ ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ റൈനോനകത്താണ്. ഈ വേർഗോൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും റൈനോനകത്ത് ടൈമിങ്. അതൊരു മാതിരി നമ്മുടെ എന്തെങ്കിലും ഒരു ഡിനോനെ ബലി കൊടുത്താൽ ആ റൈനോനകത്തിന് ടൈം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മിക്കവാറും ഈ ലെവൽ കുറവുള്ള ഈ 89 ലെവലുള്ള ഈ റെക്സിനെ ബലി കൊടുത്താൽ റൈനോനകത്തിന് അങ്ങ് ടൈം ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ തന്നെ. സ്പൈനോ, പിന്നെ സ്പൈനോണ്. സ്പൈനോ നല്ല സ്പീഡൊക്കെ ഉള്ളൊരു ടൈപ്പ് ജന്തുവാണ്. അങ്ങനെയൊക്കെ തന്നെ. അപ്പം നമ്മൾ ഈ വീഡിയോ വെള്ളത്തിലും കരയിലും ഈ സ്പൈനോ നല്ലതാണ്. വെള്ളത്തിലും കരയിലും ഒരേപോലെ ഇതാകണ സ്പൈനോ ഉണ്ട്. പിന്നെ ബാരിയോണിക്സ്, അത് രണ്ടുമാണ് നല്ല അടിപ്പൻ ജന്തു. അതിനെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ടൈം ചെയ്യട്ടാ. ഓക്കെ, ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത് നല്ല ആൽക്കുലത്തെ വീഡിയോ പിന്നെ കാണാം.